ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഓരോ മനുഷ്യൻ്റെയും കണ്ണീരിന് വിലയുണ്ട്. കാരണം ആരെല്ലാം കരഞ്ഞ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അത് എത്ര വലിയ ഇതാണ്. രണ്ടു തരം കണ്ണീരുകളുണ്ട്. ഹൃദയം ഏങ്ങി ഹൃദയം നൊന്ത് കരയുന്ന കണ്ണീരിന് കർത്താവിൻ്റെ മുമ്പിൽ വിലയുണ്ട്. ഒരിക്കലും ആ കണ്ണീര് കർത്താവ് നഷ്ടപ്പെടുത്തില്ല. അവന് കണ്ണീരിന് വില കൊടുത്തിട്ടേ നമ്മുടെ ദൈവമായ കർത്താവ് പോവുകയുള്ളൂ. നമുക്കറിയാം, ആരെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ദൈവമായ കർത്താവ് തൊട്ടിട്ടുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാം തിരുവചനം. അതിനുശേഷം അവൻ നയേൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാർ വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. നയേനിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് യേശുനാഥൻ കടന്നു ചെല്ലണം. അപ്പോൾ ഒരു വിധവ കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ യേശു തിരക്കി, ആ സ്ത്രീ എന്താണ് കരയണേ? ഉടനെ അവിടെ നിന്ന് പറഞ്ഞു, ആ വിധവയ്ക്ക് ഏക ഒരു മകനായിരുന്നു, ഭർത്താവില്ല, അവൻ മരിച്ചുപോയി. അങ്ങനെ ആ വിധവ എണ്ണി പിറക്കി കരഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശവമഞ്ചലം വലിച്ചുകൊണ്ട് കുറേ പേര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ യേശുവിൻ്റെ മനസ്സ് വേദനിച്ചു. യേശു അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട് ആ സ്ത്രീയോട് പറയാണ്, കരയേണ്ട. സ്ത്രീയതി കരയേണ്ട. കുടുംബങ്ങളിൽ കരയുന്നുണ്ട് ചില സ്ത്രീകൾ, ഭർത്താക്കന്മാരും കരയുന്നുണ്ട്. കുടുംബത്തിലെ വഴക്ക് മൂലം, വെറുപ്പ് മൂലം, ദേഷ്യം മൂലം ഹൃദയം നുറുങ്ങി കരയുന്നവരുണ്ട്. പക്ഷെ കർത്താവ് അത് കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കോ, ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. 12-ാം വാക്യം. അവൻ നഗര കവാടത്തിൽ എത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് അവൻ കണ്ടു. വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്നും വലിയ ഒരു ജനക്കൂട്ടവും അവളോട് ഒപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സറിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട, കരയേണ്ട, കരയേണ്ട എന്ന് പറഞ്ഞു. യേശു മുന്നോട്ട് വന്നിട്ട് യേശു ആരാണെന്നൊന്നും അവർക്കറിയില്ല. കരയേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് യേശു എന്താ ചെയ്തത്? ആ ശവപ്പെട്ടിമ കൈവച്ച് ചുമന്നുകൊണ്ട് പോകുന്ന ആ ശവപ്പെട്ടിയിൽ കൈകൾ വെച്ചു. എന്നിട്ട് യേശു പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. തൽക്ഷണം മരിച്ചുപോയവൻ എഴുന്നേറ്റ് ശവപ്പെട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇത് വലിയ അത്ഭുതമാണ്. നോക്കിയേ, ആ വചനം ശ്രമിക്കാം. 14-ാം വാക്യം. അവൻ മുന്നോട്ട് നിന്ന് ശവമഞ്ചരത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. യേശുവിൻ്റെ വചനമാണ്. വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അത് ജീവൻ കൊടുക്കുന്നതാണ്. ജീവൻ. എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റ് നിന്നു. മരിച്ചുപോയ വ്യക്തിയാണ്, അവൻ എഴുന്നേറ്റിരുന്നു. അതിനകത്ത് എന്നാലോചിച്ച് നോക്കി. ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ജീവൻ തന്നവൻ ജീവൻ എടുക്കാനും കഴിയും, കൊടുക്കാനും കഴിയും. ഹല്ലേലൂയ. അവൻ സംസാരിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നിന്നിട്ട് അവൻ വെറുതെയല്ല, അവൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പം നിന്നവരൊക്കെ പേടിച്ചുപോയി, ഇതെന്താണെന്ന്. ഹല്ലേലൂയ. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശുരൊറ്റ വാക്ക പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. അവനെ എന്നിട്ട് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അമ്മയുടെ കരച്ചിൽ മാറി. നമ്മുടെ ചില പ്രശ്നങ്ങൾക്ക് കണ്ണീരിന് വിലയുണ്ട്. നീ എത്ര അതമ്പതിച്ചവനാണെങ്കിലും ശരി, നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ സമ്പത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മക്കൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ
കണ്ണീരിനെ കർത്താവ് വില തന്നിരിക്കും, ഇന്നില്ലെങ്കിൽ നാളെ. പക്ഷെ 2 തരം കണ്ണീരുണ്ട്. നമ്മൾ ഹൃദയം നുറുങ്ങിക്കരയണം, വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് എപ്പോഴും നോക്കുന്നത് നമ്മളുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നും വരണം. ആ കണ്ണീരിന് വിലയുണ്ടാവും. കരയുന്ന കണ്ണീര് നിർത്താൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഏങ്ങി കരയുന്ന കണ്ണീരിന് വിലയുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കർത്താവേ നീ ഇടപെടണമേ എന്നും, എൻ്റെ കണ്ണീരിന് എൻ്റെ കുടുംബത്തിലേക്ക് നീ കടന്നു വന്ന് ഒരു സമാധാനം, സന്തോഷം എൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബം സ്ഥാപിച്ച പുത്രൻ്റെ നാമത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ.